ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ കുറച്ച് ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് ഉഴുന്ന് വരെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 3-4 മണിക്കൂർ ഇട്ടിട്ടുണ്ട് വെള്ളത്തിൽ. നമുക്കിത് അരച്ചെടുക്കാം. അത് ഗ്രൈൻഡറിലിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. ഗ്രൈൻഡർ വേണമെന്നില്ല, മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുത്താലും മതി. നന്നായി അരിഞ്ഞ് വരണമെന്നേ ഉള്ളൂ. വെള്ളം ഒഴിച്ച് കൊടുക്കാം. അരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതുണ്ട് കോരിയെടുക്കാം. ഉണ്ടോ, ഇതുപോലെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കുണ്ട് എടുക്കാം. ഇപ്പോൾ അരച്ച് കിട്ടിയതില്ലേ, ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം. ആടിരിക്കട്ടെ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മസാലകൾ അരിഞ്ഞെടുക്കാനുണ്ട്. ഇതിപ്പോൾ 2 മണിക്കൂർ ഇങ്ങനെ അരച്ചെടുത്തിട്ട് 2 മണിക്കൂറായിട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായി കൈ വെച്ചിട്ട് അടിച്ചെടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, നല്ലോണം അടിച്ചെടുക്കണേ. ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ആവശ്യം പോലെ ഇട്ടെടുത്താൽ മതി. കുറച്ച് സമയം നല്ലോണം അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറിയ കഷ്ണം ഇഞ്ചി, അപ്പോൾ തന്നെ കുറച്ച് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. തന്നെ പച്ചമുളക് ചെറിയതാക്കി അരിഞ്ഞെടുത്ത പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കതങ്ങ് ചുട്ടെടുക്കാം. ഇത്തിരി കായപ്പൊടി ഇട്ട് കൊടുക്കണേ. അത് ഞാനിതിലിട്ടിട്ടുണ്ട്. ഞാൻ ഉപ്പിടുമ്പോൾ തന്നെ കായപ്പൊടി ഇട്ട് ഇനി ഇതും കൂടെ ചേർത്തെടുക്കാം. നമുക്ക് കായപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഉപ്പിൻ്റെ കൂടെ ഇട്ടതാണ്. ഇതിൻ്റെ കണക്ക് വയ്ക്കുക. കുറച്ച് വെള്ളം എടുക്കുക. ഇതൊന്ന് പൊന്തി വരും. കണ്ടോ, വെള്ളത്തിൽ നിന്ന് പൊന്തി വന്ന് ഇതുപോലെ കിട്ടും. അപ്പോൾ വട നമുക്ക് നന്നായി കിട്ടും. ഉണ്ടോ, ഇനി നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം. കായപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ടേസ്റ്റിന് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അതേപോലെ കുറച്ച് ഓയിൽ വറ്റുക. എണ്ണ കണക്കായി ചൂട് വന്നിട്ടുണ്ട്. ഞാൻ ഒരു ചെറിയ കഷ്ണയിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ എണ്ണൻ്റെ ചൂടറിയാൻ പറ്റും. ഇതേമാതിരി ഇനി ഇതിലേക്ക് അങ്ങോട്ട് കൊടുത്താൽ മതി. ഇതേപോലെ ഒരു ഓട്സം എണ്ണയിലേക്കാണ് എല്ലാം പോലെ ചെയ്തെടുക്കാം. ഞാൻ വെച്ചിട്ടുണ്ട്, തിരിച്ച് വെച്ചെടുക്കാം. അങ്ങനെ തിരിച്ച് വെച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. അതേപോലെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല പൊന്തി കിട്ടിയില്ലേ, ഉണ്ടോ, നല്ല പൊന്തി വന്നിട്ടുണ്ട്. ഇത് മുരിയട്ടെ. അടുത്ത വശം മുരിഞ്ഞിട്ട് ഈ മുരിഞ്ഞ് വന്നവരെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. എന്നിട്ട് അടുത്ത വര ഇട്ട് കൊടുക്കാം. നല്ല മുരിഞ്ഞ് നല്ല പൊന്തി വന്നിട്ടുണ്ട്. ഇതേപോലെ ഉണ്ടാക്കി നന്നായി അരച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല വട ഇട്ടിട്ടു. അരച്ചിട്ട് 2 മണിക്കൂർ വയ്ക്കുക. എന്നിട്ട് നന്നായി ഒന്നുകൊണ്ട് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല വട ഇട്ടിട്ടു. ഇതിങ്ങെടുത്തിട്ട് നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് ഇട്ട് കൊടുക്കാം. കൈമ കുറച്ച് ഓയിൽ വയ്ക്കുക. എന്നിട്ട് കുറേശ്ശെ വയ്ക്കുക. എന്നിട്ട് കൈൻ്റെ അടിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. ഒരു പണിയിൽ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരക്കുമ്പോൾ വെള്ളം കൂടിപ്പോകരുത്.
അതാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് ഇട്ടൊടുത്ത പോലെ തന്നെ എല്ലാം ഇട്ടൊടുക്കാം. നമുക്ക് അത് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ വട ഉണ്ടാക്കി വെക്കുന്നതാണ് തിരിച്ചിട്ട്, എന്നിട്ട് അപ്പുറപ്പുറം തിരിച്ചിട്ടാൽ നല്ലൊരു കളർ വരും. ഒരു ടീസ്പൂൺ ചോറുണ്ടെങ്കിൽ ചിലവർ കൂട്ടി കൊടുക്കുക, അപ്പം നല്ലൊരു കളർ കിട്ടും. ഞാനൊരു ചോറ് കൂട്ടിയിട്ടില്ല. ഇതിങ്ങനെ തന്നെ നല്ല കളറൊക്കെ. ഇത് മുരിഞ്ഞ കേട്ടോ. ഇനി ഇതെടുക്കാം. നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. പുറത്ത് നല്ല മുരിഞ്ഞ്, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വട ഉണ്ടാക്കി നോക്കിയാൽ. ഞാൻ ഒന്നും ചേർത്തിട്ടില്ല, ഉഴുന്ന് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത് ചോറിന് ചേർക്കാൻ തന്നെ നല്ല കളറുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിത് പാത്രത്തേക്ക് സെർവ് ചട്ടിനിൻ്റെ കൂടെ കഴിക്കേ. ഇത് തട്ടിക്കൊടുക്കാം. നല്ല വടയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലൊരു വട ഉണ്ടാക്കിയിട്ട് നല്ല സോഫ്റ്റായിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടാ, നല്ല മൊരിയിലുണ്ട്, നല്ല സോഫ്റ്റും ഉണ്ട്. ഇതിന് നല്ലത് എന്തെങ്കിലും കണ്ടാ, ചട്ടിനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഈ ചട്ടിനി കൂട്ടിയിട്ട് ഒന്ന് കഴിച്ച് നോക്കിയാട്ടെ. ചട്ടി കണ്ടോ, ഇതേപോലെ നല്ല ക്രിസ്പി ഉണ്ട്. ഇതുപോലെ ഉണ്ടാക്കി വെക്കാം. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ഇതേപോലെ ഉണ്ടാക്കണം കേട്ടോ. എന്നൊരു 2-3 മണിക്കൂർ വെള്ളത്തിലിടുക, ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുക, എന്നിട്ട് എടുക്കുക, എന്നിട്ട് അരച്ചിട്ട് അധികം വെള്ളം കൂടരുത്. ഒരു കപ്പിന് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. നന്നായി അരച്ചെടുക്കുക. എന്നിട്ട് സമയത്ത് തന്നെ ഞാൻ ചുട്ട പോലെ തന്നെ അങ്ങ് ചുട്ടെടുത്താൽ മതി. ഒന്ന് നന്നായി ഒന്ന് അടിച്ചു കൊടുക്കണം, അപ്പോഴേ നല്ല പൊന്തി കിട്ടുള്ളൂ. ഓക്കെ, ബൈ.